ജൂൺ 27 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ, വിശുദ്ധ ക്രഷൻസ്, വിശുദ്ധ അനക്തോസ്, വിശുദ്ധ അരിയാൽദൂസ്, വിശുദ്ധ ദയോദാത്തൂസ്, ആരഗണിലെ വിശുദ്ധ ഫെർഡിനൻഡ്, ചിനോണിലെ വിശുദ്ധ ജോൺ. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ 376-444 കാലഘട്ടത്തിലാണ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ ജീവിച്ചിരുന്നത്. എഫേസോസ് സുനഗദോസിൽ പേപ്പൽ പ്രതിനിധിയായി അധ്യക്ഷത വഹിച്ച് നെസ്തോറിയൻ സിദ്ധാന്തങ്ങൾ പാഷണ്ഡതയാണെന്ന് ബോധ്യപ്പെടുത്തി കന്യകാമറിയത്തിന്റെ ദൈവമാതൃസ്ഥാനം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിന് വഴിതെളിച്ച വേദപാരംഗതനാണ് വിശുദ്ധ സിറിൽ. ദൈവമാതാവ് എന്ന ഗ്രീക്ക് സംജ്ഞയായ തെയോത്തോക്കോസ് എന്ന നാമം പ്രയോഗിച്ചാണ് നെസ്തോറിയൻസ് പ്രചരിപ്പിച്ച അന്ത്യോക്യൻ ദൈവദൂഷണത്തെ അദ്ദേഹം എതിർത്തത്. തെയോത്തോക്കോസ് എന്ന പദത്തിലൂടെ ദൈവത്തെ വഹിച്ച ദൈവമാതാവിന്റെ മഹത്വം അദ്ദേഹം ഉയർത്തി കാണിച്ചു. അദ്ദേഹത്തിന്റെ 15ാം ചരമശതാബ്ദി പ്രമാണിച്ച് 1944 12ാം പിയൂസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ സിറിലിനെ പൗരസ്ത്യ സഭയുടെ അലങ്കാരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അലക്സാൻഡ്രിയയിലെ തെയോഫിലോസ് മെത്രാപ്പൊലീത്തയുടെ സഹോദരപുത്രനാണ് സിറിൽ. പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുൻപ് കുറെ നാൾ മരുഭൂമിയിൽ ഏകാന്ത ജീവിതം നയിച്ചു. ആവേശഭരിതനായിരുന്ന സിറിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാപ്പൊലീത്തയായിരുന്ന നെസ്തോറിയസിനെ സ്ഥാനഭ്രഷ്ടനാക്കി പ്രഖ്യാപിച്ച കത്തിൽ അദ്ദേഹത്തെ അഭിനവ യൂദാസായ നെസ്തോറിയസ് എന്നാണ് അഭിവാദനം ചെയ്തിരുന്നത്. ഈ ദൃശ്യമായ ശൈലി സിറിലിന്റെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണ വിജയം നേടാൻ സഹായിച്ചിട്ടില്ല. പ്രസ്തുത ശൈലി അദ്ദേഹത്തിന്റെ സ്വഭാവം സ്പഷ്ടമാക്കുന്നുമില്ല. ക്രിസ്തീയ സ്നേഹം ഒതുങ്ങി നിന്നിരുന്ന സന്തുലിതമായ ഒരു മനസ്സിൽ നിന്ന് ബഹിർഗമിച്ചതാണ് ഈ ശൈലി. നെസ്തോറിയൻ വാദപ്രതിവാദങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ സിറിൽ എഴുതിയ വാക്കുകൾ ഇതിന് ഉപോത്ബലകമാണ്. ഞാൻ സമാധാനത്തെ സ്നേഹിക്കുന്നു, തർക്കങ്ങളെയും ശണ്ഠകളെയും എന്ന പോലെ യാതൊന്നിനെയും ഞാൻ വെറുക്കുന്നില്ല. എനിക്ക് നെസ്തോറിയസിനോട് സ്നേഹമുണ്ട്. യാതൊരുത്തരും എന്നേക്കാൾ കൂടുതലായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. 412 ഒക്ടോബർ 17-ാം തീയതി സിറിൽ അലക്സാൻഡ്രിയയിലെ മെത്രാപ്പൊലീത്തയായി. ജനങ്ങൾ അദ്ദേഹത്തെ പ്രഗത്ഭനായ മാർ അർത്തനേഷ്യസിനോടാണ് ഉപമിക്കാറുള്ളത്. വിശുദ്ധ സിറിലിന്റെ 20 പ്രസംഗങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് കരഗതമായിട്ടുള്ളതെങ്കിലും ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വിശുദ്ധ സിറിൽ. 444 ജനുവരി 28-ാം തീയതി ഒരു മരിയൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സിറിൽ നിര്യാതനായി. 1882 അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം. വിശുദ്ധ സിറിൽ വിശുദ്ധ കുർബാനയെ പറ്റി എഴുതിയിട്ടുള്ള ഏതാനും വാക്കുകളായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഉരുക്കിയ മെഴുക് ചേർത്താൽ രണ്ടും നന്നായി ചേർന്നുകൊള്ളും. അതുപോലെ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും ഐക്യപ്പെടുന്നു. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിലെ ലോകത്ത് തളർവാദ രോഗികളായി കിടക്കുന്ന എല്ലാ വ്യക്തികളെയും സൗഖ്യപ്പെടുത്താൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.